ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതൊന്ന് പണിസ്ഥലത്തെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നതാ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വേഗം വേഗം പൂരി ഉണ്ടാക്കിയെടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേഗം ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പനൊക്കെ ചായ കുടിച്ച് കഴിഞ്ഞ് അപ്പോൾ ഞാൻ പൂരി ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള കറിയുണ്ട്, പൂരിയുണ്ട് കേട്ടോ. ഇനി വേഗം ചോറിനൊക്കെ വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിന്. അപ്പം ചോറൊക്കെ അത് ഏകദേശം തിളച്ച് റെഡി ആയിന് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് വെന്തോന്നൊക്കെ നോക്കണം. വെന്തിട്ടില്ലെങ്കിൽ വേഗം റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കും. അതാണ് ഇവിടുത്തെ പതിവ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് വീഡിയോ ഒന്നും അങ്ങനെ ഇടാറില്ല. കാരണം നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും മടുത്ത് തുടങ്ങിയെന്ന് ഒരു സംശയം ഉണ്ട്. അതുകൊണ്ട് പിന്നെ ആരും കുറച്ച് ദിവസം വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് മാറി നിന്നതാട്ടോ. അപ്പോൾ നമുക്കിത് അയില മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം മുറിച്ചെടുത്ത് ഞാൻ വേഗം കറിയൊക്കെ ഉണ്ടാക്കാനുള്ള പണി നോക്കുകയാണേ. ഇതൊക്കെ ഉണ്ടാക്കി വേഗം മറ്റു പണികളും കൂടിയൊക്കെ ചെയ്ത് തീർത്തിട്ട് വേഗം അങ്ങോട്ട് വീട്ടിലേക്ക് പോകാമല്ലോ എന്നുള്ള ഇതിലാണ് വേഗം പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നത്തെയും പോലെ തന്നെ കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ചൂടായപ്പം വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി സാധനങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ പറയും മോളെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇല്ലാത്ത സാധനങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. കാരണം അപ്പൻ പീടികയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അപ്പൻ്റെ അടുത്ത് പറഞ്ഞയച്ചാൽ പീടികയിലുള്ള ആൾ ഇവിടെ കൊണ്ടുപോയി തരും സാധനമൊക്കെ. അതിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്ത് ഇവിടേക്ക് തന്നെ വന്ന് കറീൻ്റെ പരിപാടിയൊക്കെ നോക്കുകയാണ് കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ തന്നെ എന്നത്തെയും പോലെ വാട്ടിയെടുക്കുകയാണേ. അതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് വേണം. പക്ഷെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പില്ല. അപ്പോൾ അവിടുന്ന് ഞാൻ പാക്കറ്റ് എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോണതൊക്കെ. അത് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ഇട്ട് വെച്ചാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാം. പക്ഷെ ഞാനിവിടെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഇവിടെ വെച്ച് പിന്നെ വേഗത അതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ കറിയിലേക്ക് ഇടുന്നതായ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടി വഴറ്റിയൊക്കെ എടുത്തിട്ട് നല്ലോണം പുളിയൊക്കെ ഒഴിച്ച് അങ്ങനെ ഒരു കറിയാണ് കേട്ടോ. എന്നത്തെയും പോലെ തന്നെ. അത് പ്രത്യേകിച്ച് പറയുന്നത് നമ്മളുടെ കയ്യിൽ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. മീനുകൾക്ക് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. കറി വെക്കുന്ന രീതികൾക്കൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇനി വേഗം കുറച്ച് തിളച്ച വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണുള്ളൂ കേട്ടോ. കാരണം പുളി ഇനിയൊന്ന് കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞെടുക്കാണ്ട്. അപ്പോഴേക്കും ഞാൻ കുറച്ച് തിളച്ച വെള്ളം അവിടെ എടുത്ത് വയ്ക്കും. അത് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കാൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ചേ ഒഴിച്ചു കൊടുക്കുള്ളൂ. ആ മുളകൊന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പുളി ഒഴിച്ചു കൊടുക്കുക എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ പുളിവെള്ളം എല്ലാമായി മസാലയൊക്കെ ഒന്ന് തിളച്ച് സെറ്റായപ്പോൾ ഞാൻ വേഗം മീനിട്ട് കൊടുക്കുന്നുണ്ട്. അയില മുറിച്ച് വെച്ചത് മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല. 2-3 കഷ്ണം മാറ്റി വെച്ചിട്ടോ. അപ്പോൾ ഇന്നേക്ക് ആവശ്യമുള്ള മീൻ മാത്രമേ എടുക്കണുള്ളൂ. അപ്പോൾ അതൊരു കുഞ്ഞു കറി വെക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം ഇതിൽ മുളകിട്ടിട്ടുള്ള കറിയാണ് കൂടുതൽ ഇഷ്ടമെങ്കിലും ഇന്ന് തേങ്ങ അരച്ചിട്ട് വെച്ചോന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നൊക്കെ നല്ലൊരു വെയിലുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ പണി കഴിച്ചിട്ട് വീട്ടിലേക്ക് എത്തണം എന്നുള്ളൊരു ശുഷ്കാന്തിയിലാണ്. വീട്ടിലെത്തിയിട്ടും ഇതുപോലെ തന്നെ കുഞ്ഞു പണികളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ഇനി ചെന്നിട്ടാണ് ഞാൻ ചെയ്യുക. അപ്പോഴേക്കും പിന്നെ ഉച്ചയാകുമ്പോൾ ഒരു 1:30 എന്തായാലും വീട്ടിലെത്തും. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ചെന്നിട്ടേ ചെയ്യുള്ളൂ. രാവിലെ അത്യാവശ്യം പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് പണിക്ക് വരുന്നതൊക്കെ. എന്നത്തേയും പോലെ തന്നെ എന്താ പറയുക, എല്ലാവരുടെയും ചോദ്യമാണ് വേറെ പണിക്കൊന്നും പോയിക്കൂടെ. പക്ഷേ ഈ പണിക്ക് ഞാൻ പോകുന്നുണ്ടെന്ന് ചിലർക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ അറിയാത്തവരാണോ എന്തോ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പണിക്ക് പോയിക്കൂടെ എന്ന്. ഞാൻ എൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും കാണാത്ത കൂട്ടുകാർക്ക് അറിയില്ല ഞാൻ എന്ത് പണിക്കാണ് പോണത്, എവിടെയാണ് പോണതെന്നൊന്നും. ചില കൂട്ടുകാരൊക്കെ വീഡിയോ കാണുന്നതുകൊണ്ട് അവർക്കൊക്കെ അറിയാം. പിന്നെ ലൈവിൽ സ്ഥിരം വരണ കൂട്ടുകാർക്കും അറിയാം. അപ്പോൾ എല്ലാവരും വിചാരം നമ്മൾ പണിക്ക് പോവാതെ വെറും ഫോണായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ ഒരു തോന്നലുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. നമ്മളേതായ ചിലവിനും കാര്യത്തിനും വേണ്ടിയിട്ട് പണിക്കൊക്കെ പോയി വന്നതിൻ്റെ ശേഷമാണ് നമ്മളെ ചാനലിനും വേണ്ടി കുറച്ച് ഒന്ന് ശ്രമിക്കുന്നതൊക്കെ. അതിലൊരു കുഞ്ഞു വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. അതും ഈ വീട്ടുകാരുടെ ഒരു കാരുണ്യം കൊണ്ടാണ് ഇവിടുന്ന് വീഡിയോ എടുക്കാൻ തന്നെ പറ്റണത്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പകൽ സമയം ആണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്യണത്. വീട്ടിലാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതുപോലും കണ്ട് മനസ്സിലാക്കാതെ നമ്മളെ വീഡിയോയ്ക്ക് കമൻറ്റുമായിട്ട് വരിക, ലൈവിൽ കമൻറ്റുമായിട്ട് വരിക, അതൊക്കെ കൂട്ടുകാരൊന്ന് ഓർത്തിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം ആദ്യം ആ വീഡിയോ ഒന്ന് പോയി നോക്കുക.
എന്താണ് അവർ ചെയ്യണത് എന്നുള്ളത്. എന്നിട്ടല്ലേ അതിന് വേണ്ടിയിട്ട് പ്രതികരിക്കാൻ പറ്റുള്ളൂ. അപ്പം അത് മനസ്സിനൊരു എന്താ പറയുക, ഒരു വേദനയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ പണിക്ക് പോയിട്ടും ആരും മനസ്സിലാക്കാതെ, പക്ഷേ എനിക്ക് എല്ലാവരും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ല. നമ്മളെ മനസ്സിലാക്കുന്ന കുറച്ച് കൂട്ടുകാർ നമ്മളെ കൂടെ കട്ടയ്ക്കുണ്ട്. അതുകൊണ്ട് ഒന്നും ഒരു പ്രശ്നമല്ല. പിന്നെ നമ്മളെ തളർത്താൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. എല്ലാത്തിലും കൂടി എങ്ങനെ തളർത്താം എന്നുള്ളൊരു ശ്രമത്തിൽ ഒരുപാട് പേര് മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് ദുഃഖങ്ങളും ഉണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മളെ ചാനൽ നിർത്തിപ്പോകും എന്നുള്ള ആ ഒരു ഇതിലാണെന്ന് തോന്നുന്നുണ്ട്. ഓരോ കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതൊക്കെ. എന്തായാലും എങ്ങനെ ബാഡ് കമൻ്റ് ഇട്ടാലും ഞാൻ ഈ ഒരു ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും എന്താ പറയുക, പുറകോട്ടേക്ക് പോകില്ല. ഇതെനിക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു ചാനലായിട്ട് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ആരും എന്നെ ഇതിൽ നിന്നും തിരുത്താനായിട്ട് ശ്രമിക്കരുത് കൂട്ടുകാരെ. നമ്മൾ മാന്യമായിട്ട് ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോ വ്ളോഗൊക്കെയാണ്. അപ്പം ഇതിങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകും കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അടുക്കളപ്പണിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടതാ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാനിത് വേഗം അതിന് വേണ്ടിയിട്ട് മാറ്റി ഒരുങ്ങിയൊക്കെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഉപ്പേരീൻ്റെ കാര്യമൊക്കെ ഓർത്തത്. ഉപ്പേരിയൊക്കെ സെറ്റായിട്ടോ. കുറച്ച് തേങ്ങയൊക്കെ ചിരവി വെക്കാണ്ടേനി. അപ്പോൾ അതും കൂടി ഒന്ന് വേഗം ചിരവി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെയും മാക്സിയൊക്കെ തന്നെ എടുത്തിട്ടോ. തേങ്ങ ചിരവി വെക്കണ കാര്യം ഞാൻ മറന്നുപോയി. അല്ലെങ്കിൽ ഞാനിതൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് ഇങ്ങനെ എന്താ പറയുക, മാറ്റാനായിട്ടൊക്കെ നിൽക്കൽ. അപ്പോൾ ഞാൻ ഇത് നാളേക്ക് വേണ്ടിയിട്ടൊന്ന് സ്റ്റോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങയും കൂടി ഒന്ന് ചിരവാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഈ വീട്ടിലെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മളെ കൂട്ടുകാർക്ക് വീഡിയോക്ക് ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചോറൊന്ന് പാത്രത്തിലേക്ക് ആക്കാൻ കൂടിയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബായ്.